കോഴിക്കോട് നഗരത്തിൽ നിന്നും 2 മൈൽ മാറി തിരുത്തിയാട് എന്ന സ്ഥലത്താണ് അഴകൊടി ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അഴകൊടി ദേവീക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശാന്തസ്വരൂപിണിയായ ഭദ്രകാളിയാണ്. ദക്ഷയാഗത്തിൽ വെച്ച് പരമശിവന്റെ ഭാര്യയായ സതി അഗ്നിയിൽ ദഹിച്ച വിവരം അറിഞ്ഞയുടനെ കോപിഷ്ഠനായ പരമശിവൻ തന്റെ ജടപിടിത്ത് നിലത്തടിച്ചു. അതിൽ നിന്നും വീരഭദ്രൻ, ഭദ്രകാളി എന്നീ പേരോടുകൂടിയ 2 ശക്തികൾ ഉത്ഭവിച്ചു. ഈ ഭദ്രകാളി സതി അഥവാ പാർവതീദേവിയുടെ രൂപാന്തരമായിരുന്നു. പാർവതീദേവിയെ വിവിധ നാമങ്ങളിൽ വിവിധ രൂപങ്ങളിൽ ആരാധിച്ചു വരുന്നു. മഹാഭാരതത്തിൽ അംബിക, ആര്യ, ഉമ, ഭീമ, ശൈലപുത്രി, രാജസുത, ശാകുംഭരി, ശർവാണി, മഹാകാളി, ഭദ്രകാളി, മഹേശ്വരി, പർവ്വതരാജകന്യ, ത്രിഭുവനേശ്വരി തുടങ്ങിയ നാമങ്ങളിൽ പാർവതീദേവി അറിയപ്പെടുന്നു. ക്ഷേത്രങ്ങൾ സംസ്കാരങ്ങളുടെ പ്രഭവസ്ഥാനമാണ്. ക്ഷേത്രങ്ങൾ 2 വിധത്തിലുണ്ട്. അവയിൽ ഒന്ന് ഗ്രാമദേവതാ ക്ഷേത്രങ്ങളാകും. ഗ്രാമങ്ങളുടെയും നഗരങ്ങളുടെയും രക്ഷയ്ക്ക് വേണ്ടി ഭദ്രകാളിയെ പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്ന ക്ഷേത്രങ്ങളാണ് ഗ്രാമദേവതാ ക്ഷേത്രങ്ങൾ. അതുകൊണ്ട് തന്നെ അഴകൊടി ദേവീക്ഷേത്രത്തെ ഗ്രാമദേവതാ ക്ഷേത്രങ്ങളിൽ ഉൾപ്പെടുത്താം. പ്രത്യേക ക്ഷേത്രങ്ങൾ എന്ന 2ാമത്തെ വിഭാഗത്തിൽ പരമശിവൻ, മഹാവിഷ്ണു, ബ്രഹ്മാവ്, ഗണപതി തുടങ്ങിയ ദേവന്മാരെ പ്രതിഷ്ഠിച്ച് ആരാധിച്ചു പോരുന്നു. അഴകൊടി ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം 1000 വർഷങ്ങൾക്ക് മുമ്പ് മഹാബ്രാഹ്മണന്മാരുടെ സങ്കേതങ്ങളായിരുന്നു. അയ്യപ്പൻ കോട്ടയും മഹാവിഷ്ണുവിന് പ്രാധാന്യമുള്ള ക്ഷേത്രവും ഉൾപ്പെട്ടതായിരുന്നു ഇവിടം. ഗണപതി, ദക്ഷിണാമൂർത്തി തുടങ്ങിയ പ്രതിഷ്ഠകളും ഉണ്ടായിരുന്നു. പിന്നീട് കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരി രാജാവ് തന്റെ നായർ പടയാളികൾക്കും കുടുംബാംഗങ്ങൾക്കും ഈ സ്ഥലം ദാനമായി നൽകി എന്നുമാണ് ഐതിഹ്യം. ഭദ്രകാളി രൂപമെങ്കിലും സൗമ്യയാണ് അഴകൊടി ദേവിയുടെ ഭാവം. വാൾ, കലാപം, തൃശൂലം, പാനപാത്രം എന്നിവയോട് കൂടിയും ചന്ദ്രക്കലയും സർപ്പമാല്യം അണിഞ്ഞും പുതുമേഘത്തിന്റെ നിറത്തോടുകൂടിയുമാണ് അഴകൊടി ദേവിയുടെ പ്രതിഷ്ഠാസങ്കല്പം. അയ്യപ്പൻ കോട്ട, ശാസ്താകോട്ട എന്നീ പേരുകളിലായാണ് അഴകൊടി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം അറിയപ്പെട്ടിരുന്നത്. അരിക്കൊടിക്കാവ് എന്ന പേര് ലോപിച്ചാണ് അഴകൊടിക്കാവ് ആയി മാറിയത്. അഴകൊടി ദേവീക്ഷേത്രത്തിലെ ഭദ്രകാളി പ്രതിഷ്ഠയ്ക്ക് വലതുഭാഗത്തായി ഭുവനേശ്വരി സങ്കല്പവും, ഇടതുഭാഗത്ത് ബ്രഹ്മാവ്, മഹേശ്വരി, കൗമാരി, വൈഷ്ണവി, വരാഹി, ഇന്ദ്രാണി, ചാമുണ്ഡി എന്നീ സപ്തമാതൃക്കളുമുണ്ട്. തിരുത്തിയാടവരുടെ കളരിയിലെ ദേവിയായിരുന്നു മുൻപ് ഇവിടുത്തെ പ്രതിഷ്ഠ. അഴകൊടി ദേവീക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യം ഇങ്ങനെയാണ്. കോഴിക്കോട് തളിക്ഷേത്രത്തിലെ മേൽക്കോയ്മ പെർലാതിരിക്കായിരുന്നു. പെർലാതിരിയുടെ ഭൃത്യന്മാർ സ്വഭാവ ഗുണം കൊണ്ട് കുപ്രസിദ്ധി നേടിയവരായിരുന്നു. ഒരു ദിവസം തളിക്ഷേത്രത്തിൽ തൊഴാൻ പോയ സാമൂതിരി കുടുംബത്തിലെ സ്ത്രീകൾ ക്ഷേത്രത്തിനകത്ത് വെച്ച് പെർലാതിരിയുടെ സേവകന്മാർ പരിഹസിച്ചു. ഇത് വലിയ അപമാനമായി സാമൂതിരിക്ക് തോന്നി. തളിക്ഷേത്രം പെർലാതിരിയിൽ നിന്നും പിടിച്ചെടുക്കാൻ സാമൂതിരി രാജാവ് തീരുമാനിച്ചു. സാമൂതിരിയുടെ മന്ത്രിയായ മങ്ങാട്ടച്ചൻ വടക്കൻ കേരളത്തിൽ പോയി ഊരാളി നായന്മാരായ കക്കാട്ട്, കാഞ്ഞോളി, കാങ്ങ്, മൂഞ്ഞോളി, മരക്കാട്ട്
തുടങ്ങിയ നായർ കുടുംബത്തിലെ കാരണവന്മാരെ സമീപിച്ച് സഹായം അഭ്യർത്ഥിച്ചു. യോദ്ധാക്കളായ ഇവർ സമ്മതം കൊള്ളുകയും കോഴിക്കോട്ടേക്ക് യാത്ര തിരിക്കുകയും ചെയ്തു. തലശ്ശേരിയിൽ വെച്ച് ഇവരുടെ സുഹൃത്തായ ചക്കാല നായരും കൂടെ അനുഗമിച്ചു. ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിൽ വെച്ചായിരുന്നു സംഘട്ടനം. യുദ്ധത്തിൽ നായന്മാർ വിജയിക്കുകയും ചെയ്തു. സാമൂതിരി രാജാവ് ഈ 6 ഇല്ലക്കാരോടൊപ്പം തളിക്ഷേത്രത്തിൽ ചെല്ലുകയും ക്ഷേത്രം പിടിച്ചെടുക്കുകയും ചെയ്തു. ഇതിന്റെ നന്ദി സൂചകമായി സാമൂതിരി രാജാവ് തിരുത്തിയാട് എന്ന സ്ഥലം നായന്മാർക്ക് താമസിക്കാനായി ദാനം ചെയ്തു. ഇവരാണ് തിരുത്തിയാടറവർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. ഇവർ ഭുവനേശ്വരി ദേവിയെ അരിക്കൊടിയിൽ പ്രതിഷ്ഠിക്കുകയും തുടർന്ന് കളരി അഭ്യാസത്തിനായി കളരി നിർമ്മിക്കുകയും ചെയ്തു. അയ്യപ്പൻകോട്ട എന്ന ഈ സ്ഥലം അരിക്കൊടിക്കാവായും 1965 അഴകൊടിക്കാവ് എന്ന പേരിലും അറിയപ്പെട്ടു. അഴകൊടി ക്ഷേത്രത്തിന് മുൻഭാഗത്തായാണ് കിഴക്കേക്കാവ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയും ഭദ്രകാളി സങ്കല്പമാണ്. ചൊവ്വാഴ്ചകളിലും വിശേഷ ദിവസങ്ങളിലും ഇവിടെ ഗുരുതി നടത്തപ്പെടുന്നു. ദേവീ പ്രീതിക്ക് വേണ്ടി പ്രതീകാത്മകമായി രക്താർച്ചന നടത്തുക എന്ന സങ്കല്പമാണ് ഇത്. സാമൂതിരി കോഴിക്കോട് കൊണ്ടുവന്ന നായർ കുടുംബക്കാർക്ക് സന്താനങ്ങൾ പിറന്നിരുന്നില്ല. ദുഃഖിതരായ അവർ തുരുത്തിയാട്ട് ശാസ്താവിന്റെ കോട്ടയിൽ ദുഃഖനിവൃത്തിക്കായി പുതിയ ക്ഷേത്രം പണിതു. ഗുജറാത്തികൾ സാമൂതിരിക്ക് നൽകിയ ദേവീ വിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചത്. അഴകൊടി ക്ഷേത്രത്തിലെ ഭുവനേശ്വരി ദേവിയുടെ ഐതിഹ്യം ഇങ്ങനെയാണ്. പണ്ട് ദ്വാരക ജലനിമഗ്നമായപ്പോൾ അവിടെയുള്ള ക്ഷേത്രത്തിൽ പൂജിക്കപ്പെട്ടിരുന്ന ദേവിയുടെ വിഗ്രഹം കടലിൽ മുങ്ങിപ്പോയി. ഏറെക്കാലം കഴിഞ്ഞ് കോഴിക്കോട്ടുള്ള ഒരു വടക്കേ ഇന്ത്യൻ വ്യാപാരിക്ക് സമുദ്രതീരത്തു നിന്നും ആ വിഗ്രഹം ലഭിച്ചു. അദ്ദേഹം വിഗ്രഹം സാമൂതിരിയെ ഏൽപ്പിക്കുകയും സാമൂതിരി നായന്മാരുടെ പുത്രദുഃഖം തീരാൻ ദേവിയുടെ വിഗ്രഹം നൽകുകയും ചെയ്തു. അഴകൊടി ദേവീക്ഷേത്രത്തിൽ അങ്ങനെ ഭുവനേശ്വരിയുടെ പ്രതിഷ്ഠ രൂപപ്പെടുകയും ചെയ്തു. സ്വയംവര പുഷ്പാഞ്ജലി അർപ്പിച്ചു മുന്നിൽ തൊഴുകയോടെ നിൽക്കും കന്യകമാർ തഴുകിത്തലോടി മംഗമാർക്കപ്പോഴേ മാംഗല്യ ഭാഗ്യമേകും അമ്മ ശ്രീ അഴകൊടി കാവിഴും കാവിലമ്മ. സ്വയംവര പുഷ്പാഞ്ജലി അർപ്പിച്ചു മുന്നിൽ തൊഴുകയോടെ നിൽക്കും കന്യകമാർ തഴുകിത്തലോടി മംഗമാർക്കപ്പോഴേ മാംഗല്യ ഭാഗ്യമേകും അമ്മ ശ്രീ അഴകൊടി കാവിഴും കാവിലമ്മ. കണ്ണീരു കണ്ടാൽ അലിയുന്നൊരമ്മയ്ക്ക് കതിരൊളി ചിന്നുന്ന മുഖലാവണ്യം. കണ്ണീരു കണ്ടാൽ അലിയുന്നൊരമ്മയ്ക്ക് കതിരൊളി ചിന്നുന്ന മുഖലാവണ്യം. ഉള്ളത്തിലെപ്പോഴും മായാതെ നിൽക്കുന്ന കൽപ്പകത്തരുവാണിന്നമ്മ ശ്രീ അഴകൊടി കാവിഴും കാവിലമ്മ. ശ്രീകോവിലിനടുത്തായി
ഉണ്ണി ത്രിപുരാന്തകന്റെ പ്രതിഷ്ഠയുണ്ട്. ശ്രീകോവിലിനടുത്തായി അന്തിമഹാകാളന്റെ പ്രതിഷ്ഠയുണ്ട്. അന്തിമഹാകാളന്റെ ക്ഷേത്രത്തിനടുത്താണ് വിഘ്നേശ്വര പ്രതിഷ്ഠ. ശ്രീകോവിലിന് പുറകുവശത്തായാണ് ശ്രീകൃഷ്ണ പ്രതിഷ്ഠ. ശ്രീകൃഷ്ണന്റെ വേണുഗോപാല രൂപത്തിലുള്ള സങ്കല്പമാണ് ഇവിടെ. ശ്രീകോവിലിന്റെ ഇടതുഭാഗത്തായി ശാസ്താ പ്രതിഷ്ഠയുണ്ട്. മറ്റു ശാസ്താക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പത്നിപുത്ര സമേതനായാണ് ഇവിടുത്തെ ശാസ്താ പ്രതിഷ്ഠ. അന്തിമഹാകാളന്റെ ക്ഷേത്രത്തിനടുത്തായി പ്രധാന ശ്രീകോവിലിന് പുറകിലായി ഗുരുവിന്റെ പ്രതിഷ്ഠയും. ക്ഷേത്ര മതിൽക്കെട്ടിന് വെളിയിൽ ക്ഷേത്രത്തിന് പുറകിലായാണ് ക്ഷേത്രക്കുളം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ചില ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ പ്രചാരത്തിലുള്ള ഒരു നാടോടി ഗാനമാണ് ഭദ്രകാളിപ്പാട്ട്. കളമെഴുതി ഭദ്രകാളിയെ സ്തുതിക്കുന്ന ഗാനങ്ങൾ പാടുക എന്നതാണ് ഇതിൻ്റെ ചടങ്ങ്. ഇത് പല ഭാവങ്ങളിൽ കാണപ്പെടുന്നു. അഴകൊടി ക്ഷേത്രത്തിൽ എല്ലാ ചൊവ്വാഴ്ചയും പ്രത്യേക ദേവീ പൂജയുണ്ട്. അരിക്കാടി വടക്കൻ മലബാറിലെ ഒരു ദേവിയാണ്. കാസർഗോഡ് കുമ്പളയ്ക്കടുത്തായി അരിക്കാടി ദേവിയുടെ പ്രതിഷ്ഠയുണ്ട്. വടക്കേ മലബാറിൽ നിന്നും വന്നവർ പുത്രദുഃഖം തീരുന്നതിനായി പ്രതിഷ്ഠിച്ചതാണ് ഭുവനേശ്വരി ദേവിയെ. അതുകൊണ്ട് തന്നെ അഴകൊടി ക്ഷേത്രത്തിൽ ഭക്തന്മാരുടെ പ്രാർത്ഥനകൾക്ക് ഫലമുണ്ടാകുന്നു എന്ന് സങ്കല്പം. മലയാളത്തിൻ്റെ ദേവീ ചൈതന്യത്തിനൊപ്പം വടനാട്ടിലെ ഭവാനി ദേവിയും അഴകൊടി ക്ഷേത്രത്തിൽ അനുഗ്രഹം ചൊരിയുന്നു. കോഴിക്കോട് വസിക്കുന്ന ഉത്തരേന്ത്യക്കാരായ ഭക്തന്മാരുടെ തിരക്ക് ഈ ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നതിൻ്റെ കാരണം അതായിരിക്കണം. ക്ഷേത്രത്തിൽ പ്രത്യേക മംഗല്യപൂജകൾ നടക്കാറുണ്ട്. 11 സ്വയംവര പുഷ്പാഞ്ജലി നടത്തിയാൽ മംഗല്യഭാഗ്യമുണ്ടാകും എന്നാണ് ഇവിടുത്തെ വിശ്വാസം. വിശ്വാസങ്ങൾക്കപ്പുറം ദേവീ ദർശനത്തിൻ്റെ പുണ്യവും സാക്ഷാത്കാരവും മനസ്സിൽ നിറയ്ക്കാനെത്തുന്ന ഭക്തന്മാർ നിരവധി. ക്ഷേത്രത്തിൽ ഉച്ചപൂജ കഴിഞ്ഞ് കിഴക്കേക്കാവിൽ പോയി വന്ന് വീണ്ടും പൂജ നടത്തിയാൽ മാത്രമേ പൂജ മുഴുവനാകൂ എന്നാണ് ഇവിടുത്തെ സങ്കല്പം. പൂജയ്ക്കായി 40 കുറ്റി പ്ലാവ് വേണം എന്നാണ് കണക്ക്. കൂടാതെ പൂജാരി തരുന്ന തെച്ചിമാല കഴുത്തിലണിഞ്ഞ് ക്ഷേത്രത്തിൽ സത്യം ചെയ്യലുമുണ്ടായി.